താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പുല്ല്. ആരിങ്ങനെ വിളിക്കുന്നു? നിന്റെ അച്ഛനാ. എൻ്റെ അച്ഛനാ? എന്തിന്? ഓ, ആക്കിയതാണല്ലേ. ഹലോ. ആ ആ എടാ എടാ അത് എടാ ഞാനൊന്ന് പറയട്ടാ. എടാ അതിന് ഞാനെന്ത് ചെയ്യാനാന്ന്? എടാ എടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എടാ എടാ ഒരുമാതിരി മറ്റേ വർത്താനം പറയല്ലേ. ചേട്ടാ ഓൻ പറ്റിച്ചു പോയാലും ഞാനെന്ത് ചെയ്യാനാണ്? ചുമ്മാ കളിക്കല്ലേ. ഹലോ 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 ഹലോ. അറിയാം. സുഹിത്ത് നമ്മുടെ മാളവികൻ്റെ വീടിൻ്റെ അപ്പുറത്തില്ലേ? അവനായിരുന്നു പ്രശ്നം. ഓൻ കാരണം കെണിഞ്ഞ അവസ്ഥയിലല്ലേ ഇപ്പോൾ. എന്നാക്കിന് പറ. പിന്നെ നമ്മളെ എൻ്റെ കോളേജ് യൂണിയൻ പരിപാടിയില്ലേ, അതിന് നമ്മളെ വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരാൻ തൊട്ട് കോളേജിൽ നിന്ന് കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവനെ ഏൽപ്പിച്ചു. ഇവൻ നാട്ടിലെ വലിയ സിനിമാ താരല്ലേ, കുറേ ഫോട്ടോസൊക്കെ കാണുന്നില്ലേ. അവസാനം ഞാൻ ഇവന് പൈസ ഏൽപ്പിച്ച്. അപ്പം കൊണ്ടുവരില്ലേ? കൊണ്ടുവരില്ല. അവന് സിനിമയായിട്ടൊരു കോപ്പായിട്ടൊരു ബന്ധമില്ല. ഭ്രാന്ത്. അപ്പം ഈ പറഞ്ഞു നടക്കുന്നെല്ലാം തട്ടിപ്പാ? പിന്നെ അല്ലാണ്ട്. അവൻ്റെ വീട്ടിൽ അന്വേഷിച്ചോ? വിനീത് ശ്രീനിവാസൻ്റെ. നമ്മൾ സുഹിത്തിൻ്റെ വീട്ടിലെല്ലാം അന്വേഷിച്ചു. അവൻ്റെ വീട്ടിൽ പോയി സംഭവമെല്ലാം അന്വേഷിച്ച് നോക്കുമ്പോൾ അവനടിയില്ല. ഓൻ മുങ്ങിയിട്ടേല്. അപ്പം എന്തേലും ഇനിയിപ്പം ചെയ്യാനൊന്നുമില്ല. എനിക്ക് പൈസ ഇല്ലാണ്ട് ഒന്നിക്ക് പൈസ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ, അല്ലാണ്ട് കോളേജിൽ പോകാൻ പറ്റില്ല. ഓരോ അവസ്ഥ. അത് വിട്. സത്യം പറഞ്ഞ എനക്കെന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കറിയുന്നവരോടും ചോദിച്ചുവോ? എല്ലാവരും ചോദിച്ചോടാ. അമ്പിളിയോട് ചോദിച്ചാലോ? ഒന്നും ശരിയാവില്ല. എന്തായാലും ഇതാ ഓള് നിന്റെ വയ്യ കുറേ നാൾ നടന്നേ. എടാ 1000 2000 ഒന്നല്ലല്ലോ. നമുക്ക് 2 ലൈംസ് ഓടിച്ചിട്ട് വന്നാലോ? എൻ്റെ പൈസയൊന്നുമില്ല. അപ്പം ഇതോ ഇങ്ങോട്ട് കാണിച്ചായിരുന്നു. പൈസടാ. ഡയറി ഉണ്ട്. എന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരമായില്ലേ? പോടാ, എനിക്ക് ആരൻ്റെ പൈസ ഒന്നും വേണ്ട. ഞാൻ തറവാട് പറഞ്ഞോ. അന്ന് തറവാട്ട് പോയി ചോദിച്ചു നോക്ക്, കുറച്ച് പൈസ തരുമോ? പോയങ്ങായി. നീ ഡയറി എടുത്ത് നോക്കി, അതിൽ വല്ല അഡ്രസ്സ് ഉണ്ടോ? എടാ പേര് സുരേന്ദ്രൻ KV.
എല്ലാം നഷ്ടപ്പെട്ട ഈ ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി. എല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ച എനിക്ക് ഒന്നുമില്ലാതായി. ഇരുട്ടിൽ തപ്പിത്തടയാൻ തുടങ്ങി. എൻ്റെ മീനുമോളെ വാരിപ്പുണർന്ന് കൊതി തീർന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു 5 വയസ്സുകാരി അനാമികയുടെ ചികിത്സാ ചെലവിലേക്കുള്ള സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള പരസ്യം കാണുന്നത്. എൻ്റെ മീനുമോളുടെ അതേ മുഖച്ഛായ. സഹായിക്കാനുള്ള ഒരു മനസ്സ് മാത്രമേ എനിക്കുള്ളൂ. എന്നിരുന്നാലും എന്നാൽ കഴിയും വിധം സഹായം ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ആ മകൾ കണ്ട സ്വപ്നം ഞാൻ പൂർത്തീകരിക്കാൻ കൂടെ നിൽക്കും. വാ നമുക്ക് കൊണ്ടു കൊടുക്കാം. വേണ്ട. വാടാ, ആരൻ്റെ പൈസയൊന്നും നമുക്ക് വേണ്ട. അതാടെ ചോദിച്ചു നോക്കാം. ചേച്ചി സുരേന്ദ്രൻ. ഈ അനാമിയുടെ ഓപ്പറേഷൻ ദാ അവിടെ. എടാ അയാളെ നോക്കിയേ. ചേട്ടാ